കോർപ്പറേറ്റ് കടന്നുകയറ്റങ്ങൾക്കും ഓൺലൈൻ വിപണിയുടെയും വൻകിട മാളുകളുടെയും വെല്ലുവിളികൾക്കുമിടയിൽ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ചെറുകിട കച്ചവടക്കാരെയും അവരുടെ പരമ്പരാഗത വ്യാപാര മേഖലയും സംരക്ഷിക്കാൻ ഒത്തൊരുമിച്ചുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണെന്ന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരനായ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നേറാൻ പഴയ വിപണി രീതിയിൽ നിന്ന് മാറി നൂതന ആശയങ്ങളിലേക്കും ആധുനിക വ്യാപാര തന്ത്രങ്ങളിലേക്കും കടക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഇലക്ഷൻ കഴിഞ്ഞല്ലോ. പാർലമെന്റിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞു, അസംബ്ലിയിലേക്ക് ഇലക്ഷൻ കടന്നു. ശക്തമായ വാദമുഖങ്ങൾ നടന്നു, പലതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു. എനിക്ക് പ്രിയപ്പെട്ടത്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് വേണ്ടി നമ്മൾ പോരാടി ചത്തു, വാദിച്ചു ചത്തു. എന്നാൽ ആരെങ്കിലും പറഞ്ഞോ, ഏതെങ്കിലും മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വ്യാപാരികൾക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ആരുണ്ട് ഇവിടെ? ഏത് രാഷ്ട്രീയ പാർട്ടിയാ പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞില്ല. അവർക്ക് വേണ്ടി ജീവൻ കളയാനും തമ്മിൽ വെട്ടാനും കുത്താനുമാണ് നമ്മളും ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കണം, നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ ഈ തൊഴിലാണ്, ഈ കച്ചവടമാണ്. ഇത് നിലനിൽക്കണമെങ്കിൽ നാം ഒന്നിച്ചു നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇവിടെ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നിയമങ്ങൾ മാറും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോ കുറച്ച് ആളുകൾ ടൗണിൽ ടാഗ് ഇട്ട് പോകുന്നുണ്ട്. വ്യാപാര ഭവനിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ബാബു കോട്ടയിൽ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് AK അബൂബക്കർ അധ്യക്ഷനായി. തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യാതിഥിയായി. KVVES സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ER റെനിൽ റിപ്പോർട്ടും ട്രഷറർ VV പ്രശോഭ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കോർഡിനേറ്റർ PI ഷബീർ, കർഗപ്പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് CG ശശിധരൻ, കൂട്ടുപാത യൂണിറ്റ് പ്രസിഡന്റ് K അജിത്, ആറങ്ങോട്ടുകര യൂണിറ്റ് രക്ഷാധികാരി TE സക്രിയ ഹാജി, വൈസ് പ്രസിഡന്റ് PA ലിയാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ PK രാമചന്ദ്രൻ, KA സദക്കത്ത് എന്നിവർ സംസാരിച്ചു. 2026-28 കാലയളവിലേക്കുള്ള പുതിയ 19 അംഗ ഭരണസമിതിയെ യോഗം തെരഞ്ഞെടുത്തു. AK അബൂബക്കർ പ്രസിഡന്റായും PA ലിയാസ് വർക്കിംഗ് പ്രസിഡന്റായും ER റെനിൻ സെക്രട്ടറിയായും VV പ്രശോഭ് കുമാർ ട്രഷററായും അഷ്റഫ് ദേശമംഗലം ഓഡിറ്ററായും തെരഞ്ഞെടുക്കപ്പെട്ടു.